നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് സ്ക്വിഡ് അഥവാ കൂന്തൽ ഫ്രൈ ആണ്. നമ്മുടെ വീടുകളിൽ എളുപ്പത്തിൽ എങ്ങനെ രുചിയോടുകൂടി വേഗത്തിൽ പാകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു 4 കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുടംപുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് അതിൻ്റെ ഫ്രൈക്കുള്ള മറ്റു മസാലകൾ നമുക്ക് റെഡിയാക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇത്രയും സാധനം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 സവോള കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൂന്തൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സ്ലോ ഫയറിൽ നമുക്കൊരു 1 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കൂന്തൽ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാന ഘട്ട മസാലകളിലേക്ക് കിടക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് കൂടി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.